Hey guys, welcome back to another video of Fedda Faisal. So guys, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു ഡേ ഔട്ട് എന്നൊന്നും പറഞ്ഞുകൂടാ, നമ്മൾ ഹോസ്പിറ്റലിൽ പോവാണ്, നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോകണം. അങ്ങനെ നമ്മൾ ഇറങ്ങി ബസ്സിൽ കയറിയേക്കുമ്പോൾ ബസ് ഭയങ്കര ലാഗാന്ന് കഴിച്ച് അടയപ്പെടൽ ഇങ്ങനെ നിർത്തിയിട്ടാണ് പോകുന്നത്. കുറേ ഇങ്ങനെ ബസ്സിലിരുന്നാലും എന്താ പറയുക, ഫസ്റ്റിൽ ഭയങ്കര ഇതിലിരിക്കും, പിന്നെ അങ്ങ് ചടച്ചു, പിന്നെ തിരുത്തൊന്നും പറയണ്ടെല്ലാം കൂടി ഉറക്കുകയൊക്കെ എന്തല്ലോ ബസ്സിങ്ങനെ കുലുങ്ങിത്തല പോകുമ്പോൾ തീരെ റെഡി ആവുന്നില്ല ഗൈസ്. അങ്ങനെ എങ്ങനെയല്ലോ അവിടെ ഇങ്ങനെ ഇരുന്ന് ലാസ്റ്റ് നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് എത്തി, ബസ്സിൽ നിന്ന് ഇറങ്ങിയ പാടനെ നമ്മളൊരു എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ബസ്സിലിങ്ങനെ ഇതായിട്ട് അധികം ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തോ വോമിറ്റ് ചെയ്യാനല്ല തോന്നും. അങ്ങനെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ പപ്സും ലൈമും പറഞ്ഞു അത് കഴിച്ച് അവിടെ നിന്ന് ഒരു പുളിയച്ചാറും വാങ്ങി നേരെ ഇറങ്ങി. അങ്ങനെ ഇവിടുന്ന് നമ്മൾ വേറെ കസിനുണ്ട് പറഞ്ഞിരിക്കാൻ, അപ്പോൾ കസിൻ്റെ ഒപ്പം പോകാമെന്നുള്ളതില്ല. അങ്ങനെ കസിൻ്റെ വണ്ടിയിൽ കയറി നമ്മൾ പോയി. അപ്പം നമുക്ക് എത്തേണ്ട സ്ഥലം എന്ന് വെച്ചാൽ ഇവിടുന്ന് കുറച്ച് ദൂരം പോകാനുണ്ട്. ഇവിടുന്ന് എത്രയോ കിലോമീറ്റർ പോകാണ്ട്, എത്ര കിലോമീറ്റർ എന്നൊന്നും നമുക്കറിയില്ല ഗൈസ്. NH വരുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ബ്ലോക്ക് ചെയ്യുന്നു. അന്നേരം അതിലെല്ലാം പെട്ട് കുറച്ച് ടൈം പിന്നെയും ലാഗായിക്കുക, എല്ലാത്തിനും അവിടെ എത്താൻ കുറേ സമയം പിടിക്കും. അങ്ങനെ ഒരു ട്രാഫിക്ക് കുറച്ച് അങ്ങോട്ട് എത്തിയരാന്ന്. ലാസ്റ്റ് നമ്മളെ പ്ലേസിലെത്തി. അങ്ങനെ ഞാളവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഫുള്ള് കൺസൾട്ടിങ്ങിന് കുറച്ച് കൂടുതൽ ആളുണ്ടേനു. അങ്ങനെ ആളോട് പുറത്ത് നിൽക്കാൻ പറഞ്ഞു. പുറത്ത് നോക്കുമ്പോൾ നമ്മൾ വന്നതിന് ശേഷമാണ് പിന്നെ ഓരോരുത്തർ വരുന്നത്. അങ്ങനെ അവിടുത്തെ തങ്ങൾ പറഞ്ഞ് അവിടെ തങ്ങളാണ് നോക്കുന്നത്, എന്താ ഗുരുക്കളോ അങ്ങനെ എന്തോ സംഭവമാണ്. അങ്ങനെ ഓരോ റൂം വന്നിച്ച് പറഞ്ഞാൽ അവിടെ ഇരുന്നു. അങ്ങനെ ആൾ അവിടെ നമ്മൾ റിസൾട്ടും കൊണ്ടല്ല ഇങ്ങനെ നിൽക്കുന്നതാണ്. അങ്ങനെ കാണിച്ച് ഒരു മരുന്നെല്ലാം തന്നു ഗൈസ്. എത്ര മരുന്നാന്ന്, ഫുൾ കഷായം അതെല്ലാം തന്നു. അങ്ങനെ ആയെ കാണിച്ചത് ഉമ്മക്ക് അത്ര റെഡി ആയിട്ടില്ല. അപ്പോൾ ഉമ്മ എന്താക്കി വേറൊരു തെലുങ്കൂടി കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നാളെ അടുത്ത ആൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അങ്ങനെ ഈ ഹോസ്പിറ്റലിൻ്റെ ലൊക്കേഷൻ എല്ലായിടത്ത് നമ്മളിങ്ങനെ ആ ഹോസ്പിറ്റലിൽ നോക്കിയിട്ട് അങ്ങനെ പോകുമ്പോൾ ഉള്ള റോഡ് എന്ന് വെച്ചാൽ ഭയങ്കര ഇടുങ്ങിയിട്ടുള്ള റോഡാണ്. മീൻസ് വണ്ടി പോകുമെന്ന് തന്നെ അറിയില്ല. പിന്നെ ആൾ ചോദിച്ച് വൈതെറ്റിയതാണ്. പിന്നെ ഓരോരുത്തർ ചോദിച്ചാൽ ഓല് പറഞ്ഞു ഇല്ല ഇത് തന്നെയാണ് റോഡ് എന്നല്ല. അങ്ങനെ ഓക്കെ ലാസ്റ്റ് നമുക്ക് എന്തായാലും ഓലെ കൂടി കാണിച്ചിട്ട് ഓല എന്താ പറയുന്നതെന്നെല്ലാം നോക്കിയിട്ട് നമുക്ക് കാണിക്കുമ്പോൾ നമുക്ക് കൂടി തൃപ്തിയാവണ്ടേ, എന്നാലല്ലേ അതിൻ്റെ ഒരു ഇതുള്ളൂ. ഉമ്മാക്ക് ഇത് കാണിച്ചാൽ ഉമ്മാക്ക് ഒരു റെഡി ആയിട്ടില്ല. അങ്ങനെ വേറെ ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ എത്തിയതും അവിടെ ഡോക്ടറില്ലേനും. നമ്മൾ കുറച്ച് ഡോക്ടർ വേണ്ടി ഇങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ആക്കി നിൽക്കുകയാണെങ്കിൽ നല്ല ബോറടിച്ചിരുന്നു. ബിക്കോസ് എന്താ ആടെയും മറ്റേടത്തിലും കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നിക്ക്. ഇവിടെ ആണെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു, അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അന്നേരം ഡോക്ടർ വന്നിക്കില്ല, ആളാണെങ്കിൽ ഇങ്ങനെ വരുന്നത് എല്ലാം കൂടി പെരാന്തെടുത്തിച്ച്. അങ്ങനെ ലാസ്റ്റ് വരെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇതാക്കി നോക്കുമ്പോൾ ഉമ്മാക്ക് കുഴപ്പമില്ല, ഉമ്മാക്ക് ഇഷ്ടമാക്കി. ഉമ്മാൻ്റെ ഫീസെല്ലാം കണ്ടാൽ പറയാം ഉമ്മാക്ക് കുറച്ച് ഇതാക്കി. പക്ഷേങ്കിൽ ഇവിടുത്തെ മരുന്ന് അപ്പുറത്തേനെക്കാട്ട കൂടുതൽ ഇവിടുന്ന് തന്നിക്ക്. നമുക്ക് കാണിച്ചിട്ട് നമുക്ക് തോന്നണം ഓക്കെ ഇവർ കുഴപ്പമില്ല. അങ്ങനെ ഇതാവുമ്പോഴാണ് നമുക്ക് ഈ മെഡിസിൻ കഴിച്ചാൽ നമുക്ക് അതിനുള്ളൊരു എഫക്റ്റ് കിട്ടില്ല. അല്ലാണ്ട് നമുക്ക് എന്താ പറയുക, നമുക്ക് ഇഷ്ടമില്ലാണ്ട് ആ മെഡിസിൻ കഴിക്കുമ്പോൾ ഒരിക്കലും അതിന് ഒരു ഇത് കിട്ടില്ല. പക്ഷേങ്കിൽ ഈ സെക്കൻഡ് കാണിച്ചത് നമുക്ക് ഓക്കെയാണ്. അപ്പോൾ എന്താക്കി മറ്റേത് വേണ്ടാന്ന് വിചാരിച്ചു. മറ്റേ മെഡിസിൻ എല്ലാം വാങ്ങിക്കി. ബട്ട് എന്താ ഒരു ഇത് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ആ മെഡിസിൻ അവിടെ എടുത്ത് വെച്ച് നമ്മൾ ഇത് ഫിക്സ് ആക്കി. അങ്ങനെ കുറേ ദിവസം ഇങ്ങനെ ട്രാവൽ ചെയ്തല്ലേ, ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ പോകുന്ന ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ വീട്ടിലേക്കാണെങ്കിൽ ജുമാക്ക് പോകണം. അങ്ങനെ ജുമാക്ക് പോകുമ്പോൾ നമുക്ക് നാളെവിടെയെങ്കിലും ഇതാക്കണ്ടേ. മീൻസ് ഇപ്പോഴത്തെ കാലമല്ലേ, സേഫല്ലല്ലോ, അതുകൊണ്ടല്ലേ ഇരിക്കും. അവരെന്താക്കി ഈ പള്ളി ഇങ്ങനെ നോക്കുന്നു. അങ്ങനെ ഒരിക്കൽ തോന്നിയിട്ട് പള്ളീൻ്റെ ഫ്രണ്ടിലൊരു പലൂതുണ്ടായിരുന്നു. അങ്ങനെ നാളെ അവിടെ താക്കാന്ന് വെച്ചാൽ അങ്ങനെ അവിടെ നിർത്തി വെക്കുമ്പം അവിടെ കാണാം ഓലും ജുമാക്ക് പോയതാന്ന് തോന്നുന്നു, ക്ലോസ് എന്ന് മറ്റു ബോർഡ് വെച്ച്. പിന്നെന്താ പറയുക, എല്ലാവരുടെയും ഇപ്പോൾ ഭയങ്കര ചൂടല്ല, അപ്പോൾ എവിടെന്നെങ്കിലും തണുത്ത കുടിക്കാമെന്ന് വിചാരിച്ചേ. പിന്നെ എന്താ പറയുക, ഉള്ള മൂടും കൂടിപ്പോയി, അല്ലെങ്കിൽ ഒരു ഫുള്ള് എന്തോ ആയ പോലെ. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ ഇറ്റ്സ് ഓക്കെ, നമുക്ക് ഇനി വേറെ എവിടെന്നെങ്കിലും ട്രൈ ആക്കാമെന്നുള്ളതിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫുഡ് കഴിച്ചതിൻ്റെ വീഡിയോ എടുക്കാമെന്നായിക്കില്ല. കാരണം അപ്പോൾ ആട് വിശന്നങ്ങ് എത്തേണ്ട അടുത്ത് എത്തിക്ക്. എനിക്ക് കുറച്ചായി ഇങ്ങനെ ട്രാവൽ ചെയ്യാത്ത. അപ്പം ഇങ്ങനെ പോയി നോക്കുമ്പോൾ എന്തോ ഒരു എന്താ പറയുക, എന്തെല്ലോ ഒരു ഫുള്ള് ഞാനപ്പോൾ ടയേർഡായിപ്പോയി. ഉമ്മനെ നോക്കിയാൽ മതി, ഉമ്മയും കുറച്ചൊരു ഡള്ളായിക്കാം. ഫൈനലി ഗൈസ് ഞാൻ വീട്ടിലെത്തിയിരിക്കുകയാണ്. കുറച്ച് നേരം കിടന്നുറങ്ങണം, എന്തെങ്കിലും ക്ഷീണം. ബൈ ഗൈസ്.